ദൈവനാമത്തിൽ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം ചിന്തിക്കാനായി ഒരുങ്ങുന്നത് 2 ദിനവൃത്താന്തം 26 അധ്യായത്തെക്കുറിച്ചാണ്. വേദപുസ്തകമുള്ളവർ ദയവായി വായിക്കുവാൻ ശ്രമിക്കുക. 2 ദിനവൃത്താന്തം 26 അധ്യായം യഹൂദ രാജാവായ ഉസിയാവിന്റെ ജീവിതത്തെയും ഭരണത്തെയും വളരെ ആഴത്തിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രധാന അധ്യായമാണ്. ഒരു മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ എങ്ങനെ ഉയർത്തപ്പെടുന്നു എന്നും അനുഗ്രഹങ്ങളും വിജയങ്ങളും ലഭിച്ച ശേഷം ദൈവത്തെ മറന്ന് അഹങ്കാരത്തിലേക്ക് വഴുതി പോകുമ്പോൾ എങ്ങനെ വീഴ്ച സംഭവിക്കുന്നുവെന്നും ഈ അധ്യായം വ്യക്തമായി കാണിച്ചു തരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു രാജാവിന്റെ ചരിത്രം മാത്രമല്ല, ഓരോ വിശ്വാസിയുടെയും ആത്മീയ ജീവിതത്തിന് ശക്തമായ മുന്നറിയിപ്പും മാർഗനിർദ്ദേശവുമാണ്. അമസ്യാവിന്റെ മരണശേഷം അവന്റെ മകനായ ഉസിയാവ് യഹൂദയുടെ രാജാവായി. അവൻ വളരെ ചെറുപ്പത്തിലായിരുന്നു. എന്നാൽ ദീർഘകാലം രാജ്യം ഭരിക്കുകയും യഹൂദയെ ശക്തവും സമ്പന്നവുമായ രാജ്യമായി വളർത്തുകയും ചെയ്തു. അവന്റെ ഭരണകാലം 52 വർഷം നീണ്ടുനിന്നു. അവന്റെ ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന മനോഭാവമുണ്ടായിരുന്നു. 2 ദിനവൃത്താന്തം 26:5 അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തൊക്കെയും ദൈവം അവന് അഭിവൃദ്ധി നൽകി എന്ന് പറയുന്നു. ഉസിയാവിന്റെ വിജയത്തിന്റെ അടിസ്ഥാന കാരണം അവന്റെ സൈനിക ശക്തിയോ രാഷ്ട്രീയ ബുദ്ധിയോ സാമ്പത്തികമോ ആയിരുന്നില്ല. അവൻ ദൈവത്തെ അന്വേഷിച്ചതായിരുന്നു. ദൈവത്തെ അന്വേഷിക്കുക എന്നത് ദൈവത്തോട് അനുഗ്രഹങ്ങൾ മാത്രം ചോദിക്കുന്നതല്ല, ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുകയും അവന്റെ വചനത്തിന് കീഴടങ്ങുകയും പ്രാർത്ഥനയിൽ അവനെ അന്വേഷിക്കുകയും ജീവിതത്തിലെ തീരുമാനങ്ങളിൽ അവന് 1-ാം സ്ഥാനം നൽകുകയും ചെയ്യുന്നതാണ് ദൈവത്തെ അന്വേഷിക്കുക എന്നതിൻ്റെ അർത്ഥം. ഉസിയാവിന്റെ ജീവിതത്തിന്റെ ആദ്യകാലം ഈ ആത്മീയ സത്യത്തിന്റെ ഉദാഹരണമാണ്. അവൻ ദൈവത്തെ അന്വേഷിച്ചപ്പോൾ ദൈവം അവനെ ശക്തിപ്പെടുത്തി. ഉസിയാവിന്റെ ഭരണകാലത്ത് രാജ്യം സൈനികമായും സാമ്പത്തികമായും കാർഷികമായും ശക്തിപ്പെട്ടു. അവൻ ഫിലിസ്ത്യരെ നേരിട്ട് അവരുടെ ചില നഗരങ്ങൾ കീഴടക്കി. അമ്മോന്യരും അവരെ ഭയപ്പെട്ടു. അവന്റെ പ്രശസ്തി ദൂരദേശങ്ങളിലേക്ക് വ്യാപിച്ചു. യെരുശലേമിലും മറ്റു നഗരങ്ങളിലും കോട്ടകളും ഗോപുരങ്ങളും പണിതു. മരുഭൂമിയിൽ കിണറുകൾ കുഴിച്ചു. ധാരാളം കന്നുകാലികളും കൃഷിയിടങ്ങളും അവനുണ്ടായിരുന്നു. കൃഷിയെയും മൃഗസംരക്ഷണത്തെയും അവൻ പ്രോത്സാഹിപ്പിച്ചു. ശക്തമായ ഒരു സൈന്യത്തെ സംഘടിപ്പിക്കുകയും അവർക്കാവശ്യമായ ആയുധങ്ങളും കവചങ്ങളും ഒരുക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം ഒരു നല്ല ഭരണാധികാരിയുടെ ആസൂത്രണശേഷിയും ഭരണ നൈപുണ്യവും കാണിക്കുന്നു. എന്നാൽ ഉസിയാവിന്റെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവ് അവന്റെ വിജയത്തിന് ശേഷമാണ് സംഭവിക്കുന്നത്. 2 ദിനവൃത്താന്തം 26:16 അവൻ ശക്തനായപ്പോൾ അവന്റെ ഹൃദയം നശിക്കുവോളം നിഗളിച്ചു എന്ന് പറയുന്നു. ഈ വാക്യം അധ്യായത്തിന്റെ ആത്മീയ ഹൃദയമാണ്. ദൈവത്തെ അന്വേഷിച്ചപ്പോൾ അവൻ ഉയർന്നു. എന്നാൽ ഉയർന്ന ശേഷം ദൈവത്തെ മറന്നപ്പോൾ അവന്റെ ഹൃദയം അഹങ്കാരത്താൽ നിറഞ്ഞു. ഇവിടെ ഒരു പ്രധാന സത്യം നമുക്ക് മനസ്സിലാക്കാം. അനുഗ്രഹം സ്വയം അപകടകരമല്ല, എന്നാൽ അനുഗ്രഹത്തിന്റെ ഉറവിടമായ ദൈവത്തെ മറക്കുന്നതാണ് അപകടം. ഉസിയാവിന്റെ അഹങ്കാരം അവനെ ദൈവം അനുവദിക്കാത്ത ഒരു പ്രവൃത്തിയിലേക്ക് നയിച്ചു. യഹോവയുടെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടാൻ അവൻ ശ്രമിച്ചു. ധൂപമർപ്പിക്കുന്ന ശുശ്രൂഷ പുരോഹിതന്മാർക്കായി വേർതിരിക്കപ്പെട്ടതായിരുന്നു. അസര്യാവ് എന്ന പുരോഹിതനും 80 പുരോഹിതന്മാരും അവനെ തടഞ്ഞു. അവർ അവനോട്, ധൂപം കാട്ടുന്നത് നിനക്കുള്ളതല്ലെന്നും പുരോഹിതന്മാർക്കാണ് ആ ശുശ്രൂഷയെന്നും വ്യക്തമാക്കി. എന്നാൽ ഉസിയാവ് അവരുടെ മുന്നറിയിപ്പ് സ്വീകരിച്ചില്ല. അവൻ കോപത്തോടെ പെരുമാറി. ഇവിടെ അധികാരത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും പരിധിയെക്കുറിച്ചുള്ള ഒരു പ്രധാന പാഠം നമുക്ക് ലഭിക്കുന്നു. ഒരു വ്യക്തിക്ക് വലിയ അധികാരമുണ്ടെന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അവകാശം നൽകുന്നില്ല. രാജാവിന് രാജത്വത്തിന്റെ അധികാരമുണ്ടായിരുന്നു, എന്നാൽ പുരോഹിതന്റെ ശുശ്രൂഷ ഏറ്റെടുക്കാനുള്ള അധികാരം അവനുണ്ടായിരുന്നില്ല. ദൈവം ഓരോ വ്യക്തിക്കും ഓരോ ശുശ്രൂഷയ്ക്കും പ്രത്യേകം ഉത്തരവാദിത്വവും പരിധിയും നൽകിയിട്ടുണ്ട്. ആ പരിധികളെ ബഹുമാനിക്കാത്തത് ആത്മീയ അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. പുരോഹിതന്മാർ അവനെ തടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉസിയാവിന്റെ നെറ്റിയിൽ കുഷ്ഠം പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിന്റെ വിശുദ്ധിയെ അവഗണിച്ചതിന്റെ ഗൗരവം ഈ സംഭവത്തിലൂടെ വ്യക്തമാകുന്നു. അവൻ രാജാവായിരുന്നെങ്കിലും ദൈവത്തിന്റെ നിയമത്തിന് മുകളിൽ ആയിരുന്നില്ല. അവന്റെ അധികാരത്തിനും ഒരു പരിധിയുണ്ടായിരുന്നു. ദൈവത്തിന്റെ മുമ്പിൽ രാജാവിനും സാധാരണ മനുഷ്യനും ഒരേപോലെ ഉത്തരവാദിത്വമുണ്ട്. കുഷ്ഠം ബാധിച്ചതിന് ശേഷം ഉസിയാവിന് ആലയത്തിൽ പ്രവേശിക്കാൻ കഴിയാതെയായി.
രാജകീയ സ്ഥാനമുണ്ടായിരുന്നിട്ടും അവൻ മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ട് പ്രത്യേകമായ ഒരു ഭവനത്തിൽ താമസിക്കേണ്ടി വന്നു. ഒരിക്കൽ ശക്തമായ സൈന്യത്തിന്റെയും സമ്പത്തിന്റെയും പ്രശസ്തിയുടെയും ഉടമയായിരുന്ന രാജാവ് പിന്നീട് ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് എത്തി. അഹങ്കാരം മനുഷ്യനെ എങ്ങനെ ഒറ്റപ്പെടുത്തുന്നു എന്നതിൻ്റെ ശക്തമായ പ്രതീകമാണിത്. ദൈവത്തിൽ നിന്നുള്ള അകലം പലപ്പോഴും മനുഷ്യനിൽ നിന്നുള്ള അകലം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഉസിയാവിന്റെ ജീവിതത്തെ 2 ഘട്ടങ്ങളായി കാണാം. ആദ്യഘട്ടത്തിൽ അവൻ ദൈവത്തെ അന്വേഷിച്ചു. അതിന്റെ ഫലമായി ജ്ഞാനവും ശക്തിയും വിജയവും സമ്പത്തും ലഭിച്ചു. 2ാം ഘട്ടത്തിൽ അവൻ ശക്തനായപ്പോൾ അവന്റെ ഹൃദയം ഉയർന്നു, ദൈവത്തിന്റെ പരിധി ലംഘിച്ചു, തിരുത്തൽ സ്വീകരിച്ചില്ല. അതിന്റെ ഫലമായി അവന്റെ ജീവിതത്തിൽ വീഴ്ച സംഭവിച്ചു. അതിനാൽ ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സത്യം ഇതാണ്: നല്ല തുടക്കം മാത്രം മതിയാവില്ല, അവസാനം വരെ ദൈവത്തിൽ വിശ്വസ്തരായി നിലനിൽക്കണം. അനുഗ്രഹം ലഭിക്കുമ്പോൾ ഉത്തരവാദിത്വവും വർദ്ധിക്കുന്നു. ഒരാൾക്ക് കൂടുതൽ സമ്പത്ത് ലഭിക്കുമ്പോൾ അതിനനുസരിച്ച് ഉത്തരവാദിത്വവും വർദ്ധിക്കുന്നു. അധികാരം ലഭിക്കുമ്പോൾ കൂടുതൽ വിനയം ആവശ്യമാണ്. ജ്ഞാനം ലഭിക്കുമ്പോൾ കൂടുതൽ വിവേകം ആവശ്യമാണ്. ശുശ്രൂഷ ലഭിക്കുമ്പോൾ കൂടുതൽ വിശുദ്ധി ആവശ്യമാണ്. പ്രശസ്തി ലഭിക്കുമ്പോൾ കൂടുതൽ ആത്മനിയന്ത്രണം ആവശ്യമാണ്. അതിനാൽ അനുഗ്രഹത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ വിനയത്തിന്റെ അളവും വർദ്ധിക്കണം. ഉസിയാവിന്റെ ജീവിതം ഇന്നത്തെ സഭയ്ക്കും ആത്മീയ നേതാക്കൾക്കും വളരെ പ്രസക്തമായ ഒരു മുന്നറിയിപ്പാണ്. ഒരു നേതാവിന്റെ ഏറ്റവും വലിയ അപകടം എല്ലായ്പ്പോഴും പുറത്തുള്ള ശത്രുവല്ല, പലപ്പോഴും അവന്റെ സ്വന്തം ഹൃദയത്തിലെ അഹങ്കാരമാണ്. വിജയങ്ങൾ നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കേണ്ടതാണ്, ദൈവത്തിൽ നിന്ന് അകറ്റേണ്ടതല്ല. സ്ഥാനവും അധികാരവും ലഭിക്കുമ്പോൾ നാം ദൈവത്തിന്റെ മുമ്പിൽ കൂടുതൽ താഴ്മപ്പെടണം. നമ്മെ തിരുത്തുന്നവരുടെ വാക്കുകൾ സ്വീകരിക്കാനുള്ള മനസ്സും ഉണ്ടായിരിക്കണം. ഉസിയാവിന്റെ പരാജയങ്ങളിൽ ഒന്നായിരുന്നു അവൻ ലഭിച്ച തിരുത്തൽ സ്വീകരിക്കാതിരുന്നത്. ഈ അധ്യായത്തിലെ സന്ദേശം പുതിയ നിയമത്തിലെ യേശുവിന്റെ പഠിപ്പിക്കലുമായി വളരെ അടുത്ത ബന്ധമുള്ളതാണ്. യേശു പറഞ്ഞു, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. മത്തായി 23:12. ഉസിയാവ് സ്വയം ഉയർത്താൻ ശ്രമിച്ചപ്പോൾ താഴ്ത്തപ്പെട്ടു. എന്നാൽ യേശുക്രിസ്തു സ്വയം താഴ്ത്തി ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ചപ്പോൾ പിതാവ് അവനെ അത്യന്തം ഉയർത്തി. അതിനാൽ ക്രിസ്തീയ നേതൃത്വത്തിന്റെ മാതൃക ഉസിയാവിന്റെ അഹങ്കാരമല്ല, ക്രിസ്തുവിന്റെ വിനയമാണ്. ഈ അധ്യായം ഓരോ വിശ്വാസിയെയും ആത്മപരിശോധനയ്ക്ക് വിളിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിച്ച ശേഷം നാം അവനെ കൂടുതൽ അന്വേഷിക്കുന്നുണ്ടോ? നമ്മുടെ വിജയങ്ങൾ നമ്മിൽ അഹങ്കാരം സൃഷ്ടിക്കുന്നുണ്ടോ? നമ്മെ തിരുത്തുന്നവരുടെ വാക്കുകൾ സ്വീകരിക്കുന്നുണ്ടോ? ദൈവം നിശ്ചയിച്ച പരിധികളെ നാം ബഹുമാനിക്കുന്നുണ്ടോ? നമ്മുടെ സ്ഥാനത്തേക്കാൾ ദൈവത്തിന്റെ വിളിക്ക് പ്രാധാന്യം നൽകുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന് പിന്നിൽ ദൈവത്തിന്റെ കൃപയാണെന്ന് നാം അംഗീകരിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന് പിന്നിൽ ദൈവത്തിന്റെ കൃപയാണെന്ന് നാം അംഗീകരിക്കുന്നുണ്ടോ? അവസാനമായി 2 ദിനവൃത്താന്തം 26-ാം അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യന്റെ യഥാർത്ഥ വിജയത്തിന്റെ അടിസ്ഥാനം അവന്റെ കഴിവുകളല്ല, ദൈവത്തിലുള്ള ആശ്രയവും വിനയവും അനുസരണവുമാണ്. ഉസിയാവ് ദൈവത്തെ അന്വേഷിച്ചപ്പോൾ അവൻ ഉയർത്തപ്പെട്ടു. എന്നാൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കിടയിൽ ദൈവത്തെ മറന്ന് അഹങ്കരിച്ചപ്പോൾ അവൻ വീണു. അതുകൊണ്ട് അനുഗ്രഹത്തിന്റെ സമയത്ത് നന്ദിയുള്ളവരായും വിജയത്തിന്റെ സമയത്ത് വിനയമുള്ളവരായും തിരുത്തലിന്റെ സമയത്ത് അനുസരണയുള്ളവരായും ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധരായും ജീവിക്കേണ്ടത് അനിവാര്യമാണ്. 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിന്റെ കേന്ദ്ര സന്ദേശം ഇതാണ്: ദൈവത്തെ അന്വേഷിക്കുന്നവനെ ദൈവം ഉയർത്തുന്നു, എന്നാൽ അനുഗ്രഹത്തിന്റെ നടുവിൽ ദൈവത്തെ മറന്ന് അഹങ്കരിക്കുന്നവൻ വീഴുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹത്തേക്കാൾ അനുഗ്രഹദാതാവായ ദൈവത്തോട് വിശ്വസ്തരായി നിലനിൽക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.